ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹെയർ അക്സസറി ക്രാഫ്റ്റ്സ് ആണ്, അതും വിത്ത് ഓൾഡ് ക്ലോത്ത്സ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടേത് റീയൂസിങ് ക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് പാൻറ്റിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്ന തയ്ച്ചപ്പോഴത്തെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്ന ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി എടുക്കുന്നത് ഞാനൊരു 12 ഇഞ്ചാണ് ആ ഒരു മെറ്റീരിയലിൽ കുറച്ച് എടുക്കുന്നത്. അപ്പം 6 ഇഞ്ച് വെച്ച് മടക്കി, അപ്പം 12 നീളത്തിൽ തന്നെ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ 6 ഇഞ്ച് അല്ലെ 6.1 ഇഞ്ച്, അതായത് അകത്തേക്ക് തയ്ച്ച് വെക്കുമ്പോൾ 1/2 ഇഞ്ച് നമ്മൾ എടുക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 12 ഇഞ്ച് നീളവും അതേപോലെ തന്നെ ഒരു 3 ഇഞ്ച് വീതിയും നമ്മൾ എടുത്താണ് ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ അക്സസറീസ് ആണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു സംഭവങ്ങൾ, ചെറിയ ചെറിയ പീസ് തുണികൾ നമുക്ക് ഇതിനു വേണ്ടി മതിയാകും. നീളമൊന്നും വേണ്ട അധികം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതി, അതായത് 6 ഇഞ്ചിൽ ഇലാസ്റ്റിക് കൂടെ എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ നമ്മൾ വേറൊരു മെറ്റീരിയലൂടെ, ഒരു ടോപ്പിൻ്റെ മെറ്റീരിയലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് നോക്കാം. സ്റ്റിച്ചിങ്ങിലെന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാനൊരു പൈപ്പ് കണക്കെ ഈ പിങ്ക് തുണി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ഭാഗമൊക്കെ അകത്തേക്കാക്കി ഒന്ന് റെഡിയാക്കി എടുത്തു. അതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇലാസ്റ്റിക് വെച്ച് ഞാൻ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു, അതായത് അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ ചുരുങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇലാസ്റ്റിക് വെച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ജോയിൻ ചെയ്ത് മടക്കിയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മടക്കി ചെയ്യുമ്പോൾ നമുക്ക് ഉൾഭാഗം പുറത്തേക്ക് കാണുന്നതിന് ഒരു ടെൻഷനും വേണ്ട. കാരണം നമുക്ക് ആ ഒരു അറ്റത്ത് ഒരു ഡിസൈൻ വെക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എടുത്ത ഒരു കുഞ്ഞ് പീസുണ്ട്. ഇത് വെച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് ആ ഒരു അറ്റം സ്റ്റിച്ച് ചെയ്തല്ലോ, അവിടെ ഒന്ന് കയറ്റി ഇറക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്ക്വയർ രീതിയിലാക്കിയിട്ട് അതൊന്ന് സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഞാൻ ബ്ലാക്ക് നൂലാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്ക്വയർ ഷേപ്പ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും, ഒരു ഡിസൈൻ കണക്കെ. അതിനുശേഷം ഞാൻ പൂ പോലെയുള്ള ഒരു ബട്ടൺസ് പോലെയുള്ള ഒരു സംഭവമാണ് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അവിടോട്ട് വെച്ച് നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ, അതിന് നടുവിലായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ശേഷം ഞാനിത് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫാബ്രിക് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ സെറ്റാക്കി കൊടുക്കുമ്പോൾ ഒരെണ്ണം നമ്മുടെ റെഡിയായി. സെക്കൻഡ് വണ്ണം സെയിം രീതിയിലുള്ള ബാൻഡാണ്, പക്ഷെ നമ്മൾ വേറെ രീതിയിലാണിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത്. സെയിം യൂസ് തന്നെ ഉള്ളതാണ് ബാൻഡ്, പക്ഷേ വേറെ രീതിയിൽ. കണ്ടില്ലേ, ഇത് നമ്മൾ നിവർത്തി വെച്ച് തന്നെയാണ് ഇലാസ്റ്റിക് വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മറ്റേത് നമ്മൾ പൈപ്പിംഗ് ഉണ്ടാക്കിയിട്ടായിരുന്നു. ഇപ്പം നമ്മൾ നേരെ തന്നെ ഇലാസ്റ്റിക് വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഉള്ളിലോട്ട് വെച്ചൊന്ന് വലിച്ചു കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം 2 ഡിസൈനുകളിലുള്ള ഹെയർ ബാൻഡ് എന്നുള്ള കണക്കെയാണ് ഞാൻ 2 രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അറ്റമാണെങ്കിൽ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് അടുത്ത പൈപ്പ് കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിന് നമുക്ക് വലിയ വൃത്തികേടായിട്ട് പുറത്തേക്കിരിക്കുന്നതെന്നോ അങ്ങനൊരു പ്രശ്നം ഇതിന് വരില്ല. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം അത്തരത്തിലുള്ളത് റെഡിയായി കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത ഹെയർ ബോ കണക്കെയുള്ള ബാൻഡാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാനൊരു 12 ഇഞ്ചിൻ്റെ മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള ഒരു 24-26 റേഞ്ച് വരുന്ന ആ ഒരു ഇഞ്ച് വരുന്ന ഒരു മെറ്റീരിയലിലൂടെ ഈ ഒരളവ് വീതിയിൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം നീളമുള്ള ആ മെറ്റീരിയൽ ഞാനൊന്ന് പൈപ്പിംഗ് രീതിയിലാക്കി എടുത്തിട്ട് വിരൽ വെച്ചാണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. കാരണം മുൻവശം പുറത്തേക്ക് എടുക്കാൻ ഈ വീതി ഉള്ളതായതുകൊണ്ട് തന്നെ
കൈയും കൊണ്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാനത് ഞൊറു കണക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞൊറുവായിട്ട് ഓരോന്ന് വീതം വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം 12 ഇഞ്ചിൻ്റെ നമ്മൾ എടുത്ത ഭാഗം എലാസ്റ്റിക് വെച്ച്, കുറച്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ഉള്ളിലേക്ക് വെച്ച് തയ്ച്ച് എടുക്കുന്നുണ്ട്. ആ എലാസ്റ്റിക് വെച്ച ഭാഗം ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഞൊറു പോലെ വെച്ചെന്ന് പറഞ്ഞിരുന്ന ഭാഗവും ഇതും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മടക്കിയാണ്, ഉള്ളിലേക്ക് മടക്കി ഈ വീതി കുറഞ്ഞ ഭാഗം അകത്താക്കത്തക്ക രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തേതും ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണവും ശരിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സംഭവം? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഹെയർ ബോ കണക്കെ ഉള്ളതിന് ഒരു ചെറിയ ബട്ടൺസ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നത് 3 സംഭവങ്ങളായിരുന്നു. 2 ഹെയർ ബാൻഡ്സ്, കെട്ടുന്ന ഹെയർ ബാൻഡ്സും, പിന്നെ ഒന്ന് ബോ പോലത്തെ. അപ്പം അതിൻ്റെ ഒന്നിട്ട് കാണിക്കാം നമ്മൾ. എൻ്റെ ഹെയറിന് ഇത് കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.